ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന വിഷയം നോക്കൂ, നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ ഇതിനോടകം തന്നെ വലിയ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയ്ക്കെതിരായ വ്യക്തി അധിക്ഷേപത്തിൽ പാർട്ടി നിയമ നടപടി സ്വീകരിച്ചേക്കും. ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തിന് കാരണമായത് SFIക്കാരാണെന്ന ആരോപണം ഇടതുമുന്നണിയും ആയുധമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലെ വാവിട്ട വാക്കുകൾ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന കാര്യമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും അമൽ സുരേന്ദ്രൻ നമുക്കിപ്പം തത്സമയമുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ജി സുധാകരൻ പണ്ട് മുതൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ള സമയം മുതൽ തന്നെ ഈ വിവാദങ്ങളിലൊക്കെ ചുമ്മാ പോയി പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബലഹീനത എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എപ്പോഴും കൊണ്ട് വിവാദങ്ങളിൽ ഇടുന്നതും അദ്ദേഹത്തിൻ്റെ ഈ നാവും വാക്കും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം നടത്തിയ പരാമർശം അത് ഒരിക്കലും നടത്തിക്കൂടാത്ത ഒന്നായിരുന്നു. ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇത്രയും കാലം എന്തായിരുന്നു കോൺഗ്രസ്സുകാർ പോലും നിഷേധിക്കാത്തൊരു കാര്യത്തെയാണ് അദ്ദേഹം മലക്കം പറഞ്ഞ് മാറ്റിപ്പറഞ്ഞത്. ഒരു മുന്നണിയിൽ ചേർന്നത് ഉടനെ അതിനെ മാറ്റിപ്പറഞ്ഞത്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് CS സുജാതയ്ക്കെതിരായ പരാമർശങ്ങൾ. അത് സുജാത തന്നെ പറഞ്ഞിരുന്നു, പരാജയ ഭീതി കൊണ്ട് സുധാകരൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു. ഏതെങ്കിലും വീട്ടിൽ പോകാൻ എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അസംബന്ധമായ കാര്യമാണ് സുധാകരൻ പറഞ്ഞത് എന്ന്. ഈ ഇന്നലെ ജി സുധാകരൻ നടത്തിയ ആരോപണം അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വീണ ഈ വാക്കുകൾ അത് ഈ തിരഞ്ഞെടുപ്പിനെ വോട്ടെടുപ്പിനെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് അമൽ? ഇപ്പം ഗ്രൗണ്ടിൽ നിന്നും മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? വെരി ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വട്ടം അല്ലെങ്കിൽ ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം, ജി സുധാകരന്റെ പല പരാമർശങ്ങളും നമ്മൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് ചോദ്യങ്ങളായി വെച്ചിരുന്നു. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഈ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇതിലും വലുതായിട്ട് ചിലത് വരാനുണ്ട് എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസ് ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തിപ്പെടുമ്പോൾ അവരുടെ ആളാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി പലതും പറയുമെന്നുമായിരുന്നു പിണറായി വിജയന്റെ അന്നത്തെ ഒരു പ്രസ്താവന ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ജി സുധാകരനിൽ നിന്ന് വന്നത് 63 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാളിൽ നിന്നുണ്ടാകുമെന്ന് കേരള സമൂഹം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് വന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇന്നലെയായിരുന്നു ജി സുധാകരന്റെ വീട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറിയുള്ള ബുൾബുൾ ഗ്രൗണ്ടിൽ നിന്ന്, അതായത് പുന്നപ്പുറ പറവൂർ ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. UDF-ലെ പ്രധാനപ്പെട്ട RSPയുടെ നേതാവായിട്ടുള്ള പ്രേമേന്ദ്രൻ അടക്കമുള്ളവരെ ഇരുത്തിക്കൊണ്ടാണ് വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. അതിൽ 3 തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. അതിൽ ആദ്യത്തേത് CS സുജാതയെക്കുറിച്ച് മുല്ലപ്പൂവും തുളസിയിലയും ഒക്കെ തലയിൽ ചൂടിക്കൊണ്ട് താനൊരു നായർ സ്ത്രീയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ നായർ വീടുകളിൽ ചെന്ന് വോട്ട് ചോദിക്കുന്നു എന്നതായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശമാണ് അതെന്ന് ഇതിനോടകം തന്നെ CPIM-ഉം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളും എല്ലാം ആരോപിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. CS സുജാതയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം വ്യക്തിബന്ധമുള്ള രണ്ടുപേരായിരുന്നു ഈ CS സുജാതയും ജി സുധാകരനും അടക്കമുള്ളവർ. പലപ്പോഴും പാർട്ടിക്കും ജി സുധാകരനും ഇടയിൽ ഒരു അനുനയത്തിന്റെ ഒരു ശ്രമമായിട്ട് ഒരു പാലമായിട്ടൊക്കെ CS സുജാത പ്രവർത്തിക്കുകയും ജി സുധാകരനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള അവസാന ഘട്ടങ്ങളിലൊക്കെ വളരെ രീതിയിലുള്ള ശ്രമം നടത്തിയ ഒരാളാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരാളെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. രണ്ടാമത്തെ ഏറ്റവും ഗൗരവമായിട്ടുള്ള, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. കുറച്ച് നാളുകളായി തന്നെ അതിലൊരു വെള്ളം ചേർക്കൽ നടപടി ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന വിമർശനം CPM-നുണ്ട്. അതിൽ പ്രധാനം ഈ ജി ഭുവനേശ്വരനെ കൊന്നത് കോൺഗ്രസ്സുകാരാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിന് കുറെ നാളുകളായ ഒരു മടി ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായിട്ട് SFIക്കാരാണ് ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമായത് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് മറ്റൊരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. അതിലും കൂടുതൽ വർഗീയമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു കളർകോട് മഹാദേവ ക്ഷേത്രത്തിൽ മത്സ്യത്തിന്റെ ഗന്ധമുള്ള മണ്ണ് കൊണ്ടിട്ടു എന്ന പരാമർശം. അത് സാമൂഹ്യമായി വോട്ട് വിഭജനത്തിന് തന്നെ ശരി. തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വർഗീയത കൂടി പറയുന്നു. അതിനൊപ്പം തന്നെ സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വത്തിൽ പോലും നിലപാടുകളിൽ നിന്നും മലക്കം മറിഞ്ഞിരിക്കുന്നു സുധാകരൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം.